ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യവുമായി പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗ് പദയാത്ര. മെയ് 4 മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സപ്തദിന പദയാത്രയുടെ സമാപനത്തിലാണ് ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യമർപ്പിച്ച് പദയാത്ര നടത്തിയത്. സമാപന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ ഐതിഹാസികമായ പദയാത്ര രാജ്യാതിർത്തിയിൽ പടപെടുന്ന ഇന്ത്യൻ അഭിമാനത്തിന് വേണ്ടി രാജ്യാതിർത്തിയിൽ പടപെടുന്ന ഇന്ത്യൻ ആർമിക്ക്, ഇന്ത്യൻ പട്ടാളക്കാരന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗിന്റെ പദയാത്ര ചരിത്രം തീർത്തുകൊണ്ട് ഇതാ സമാപന സമ്മേളന നഗരിയിലേക്ക് കാൽനടയായി കടന്നു വരികയാണ് മുസ്ലിം ലീഗ്. അഭിമാനകരമായ അസ്തിത്വത്തിന് എന്ന പ്രമേയമുയർത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ മെയ് 4 പുലാമന്തോൾ പാലൂരിൽ നിന്നാണ് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സപ്തദിന പദയാത്ര ആരംഭിച്ചത്. മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും നഗരസഭയിലും പദയാത്ര പൂർത്തിയാക്കി. പെരിന്തൽമണ്ണ നഗരത്തിലെ പൊന്നിയാകുറിശി മുതൽ ടൗൺ സ്ക്വയർ വരെയായിരുന്നു അവസാന ദിവസത്തെ പദയാത്ര. അതിർത്തിയിൽ യുദ്ധമുഖത്ത് രാജ്യസുരക്ഷയ്ക്കായി പോരാടുന്ന ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യവുമായി പ്രവർത്തകർ പ്ലക്കാർഡുകൾ ഉയർത്തിയും ബാഡ്ജുകൾ ധരിച്ചുമാണ് പദയാത്ര നടത്തിയത്. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK നാസർ ക്യാപ്റ്റനായും ജനറൽ സെക്രട്ടറി S അബ്ദുസലാം വൈസ് ക്യാപ്റ്റനായും ട്രഷറർ നാലകത്ത് ഷൗക്കത്ത് ഡയറക്ടറുമായി പദയാത്ര നയിച്ചു. മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, നജീബ് കാന്തപുരം MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, സലീം കുരുവമ്പലം, ഉസ്മാൻ താമരത്തെ തുടങ്ങിയ നേതാക്കൾ മുൻനിരയിൽ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സേന തിരിച്ചടി നൽകിയതിനെയും ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ തീരുമാനത്തെയും നേതാക്കൾ സ്വാഗതം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സേന നടത്തിയ വളരെ ശക്തമായ പ്രതിരോധവും ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ അഞ്ഞടിച്ച നമ്മുടെ ഇന്ത്യൻ ആർമിയോടുള്ള ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുവാൻ ഇവിടെ അവസരമൊരുക്കുകയുണ്ടായി. തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് എന്നും വളരെ വലിയ രാജ്യസ്നേഹം ഊട്ടിയുറപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. നമുക്കറിയാം, മഹാനായ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകൻ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൻ്റെ സ്വന്തം മകനെ പാകിസ്ഥാനുമായി യുദ്ധ വേളയിൽ ആർമിയിലേക്ക് അയക്കുവാൻ തയ്യാറായ നേതാവാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ വികസനവും അതുപോലെ തന്നെ ജനങ്ങളുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലുള്ള പുരോഗതിക്കായി എത്തിച്ച പ്രസ്ഥാനമാണ്. ഒരു വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞാൽ പട്ടാളത്തെ ഇപ്പോൾ വിന്യസിച്ച സ്ഥലത്തൊന്നും മാറ്റില്ല. ഇപ്പോൾ കൊണ്ടു നിർത്തിയിട്ടുള്ള സ്ഥലത്തൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. ഈ പാകിസ്ഥാന് ചിലപ്പോൾ അങ്ങനെ വിശ്വസിക്കാമെന്നില്ല എന്ന് വരും. അതുകൊണ്ട് നമ്മുടെ പട്ടാളം പെട്ടെന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ആ യുദ്ധം ഇവിടെ നജീബിൻ്റെ അടുത്ത് പറയായിരുന്നു, ഈ ജാഥയുടെ സമാപന ദിവസം ഒരു നല്ല സന്തോഷ വാർത്ത കേൾക്കാൻ നിങ്ങൾക്ക് ഇടയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യൻ ആർമിയെ സല്യൂട്ട് ചെയ്യാനൊരു അവസരം ഉണ്ടായി. ഒരു 2 വാക്ക് അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അവസരം ഉണ്ടായ ഒരു നല്ല ദിവസമാണ് നമ്മളിപ്പോൾ ഈ സമ്മേളനം ഇവിടെ നടത്തുന്നത്. നിരപരാധികളായ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ തീവ്രവാദത്തിൻ്റെ പേര് പറഞ്ഞ്, ഭീകരവാദത്തിൻ്റെ പേര് പറഞ്ഞ് നീചമായ കൊലപാതകങ്ങൾക്ക് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകിയപ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തതിൻ്റെ പേരിലാണ് നമ്മുടെ രാജ്യം അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകിയത്. വളരെ കൃത്യമായി 9 തീവ്രവാദങ്ങളെ പാലൂട്ടുന്ന കേന്ദ്രങ്ങളിൽ നമ്മൾ പ്രഹരങ്ങൾ ഏൽപ്പിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് യുദ്ധത്തിലേർപ്പെട്ട 2 രാജ്യങ്ങളും അതിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളത് നമുക്കേറെ ശുഭകരമാണ്. ആ സന്തോഷം ഈ സന്ദർഭത്തിൽ ഈ ജാഥയുടെ സമ്മേളനത്തിൽ നമുക്ക് പങ്കുവെക്കാം. മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് പത്തത്ത് ജാഫർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി N ഷംസുദ്ദീൻ MLA,
KN ഖാദർ, നജീബ് കാന്തപുരം MLA, നാലകത്ത് സുപ്പി, CK സുബൈർ, താമരത്ത് ഉസ്മാൻ, മുനിസിപ്പൽ ലീഗ് ജനറൽ സെക്രട്ടറി നാലകത്ത് ബഷീർ, കോൺഗ്രസ് നേതാക്കളായ C. സേതുമാധവൻ, അരഞ്ഞിക്കൽ ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ തുറന്നടിച്ചു. രണ്ടാം തരം പൗരന്മാരാക്കാൻ RSSന്റെ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സധൈര്യം പോരാട്ടങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് പൗരത്വ നിഷേധത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും മോഡിയും ശ്രമിച്ചത്. നമ്മളതിനെ നിയമ പോരാട്ടത്തിലേക്ക് നയിച്ചു. ഇന്നത് നിയമ പോരാട്ടത്തിന്റെ വഴിയിലാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ അടുത്ത് രാജ്യത്തെ കോടാനുകോടി വരുന്ന ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിം സമൂഹത്തിന്റെ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുത്താൻ, അത് അസ്ഥിരപ്പെടുത്താൻ, അതിനാണ് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത്. ഇന്ത്യ രാജ്യത്തെ മതേതര പ്രസ്ഥാനങ്ങളെ മുഴുവനും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ആശങ്കക്കൊപ്പം അവരുടെ ആക്ഷേപങ്ങൾക്കൊപ്പം നിർത്താൻ നമുക്ക് സാധിച്ചു. ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ പരിശോധിച്ചാൽ ദോശ ചുട്ടെടുക്കുന്ന ലാഘവത്തോടുകൂടി വലിയ വലിയ നിയമങ്ങൾ, രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ബാധിക്കുന്ന നിയമങ്ങൾ മോദി ചുട്ടെടുത്തിരുന്നുവെങ്കിൽ വഖഫ് നിയമത്തിൽ അത് സംഭവിച്ചില്ല. കമ്മ്യൂണൽ മെജോറിറ്റി ഉണ്ടാക്കാനാണ്, പൊളിറ്റിക്കൽ മെജോറിറ്റി അല്ല. അതിനാണ് ഈ ഭിന്നത പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? പൊളിറ്റിക്കൽ മെജോറിറ്റി ഹാസ് ബീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ റീപ്ലേസ്ഡ് ബൈ കമ്മ്യൂണൽ മെജോറിറ്റി. അപ്പോൾ രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ പകരം വെച്ചുകൊണ്ട് വർഗീയ ഭൂരിപക്ഷം ഇന്ത്യയിൽ മാറി വന്നു. ആ വർഗീയ ഭൂരിപക്ഷത്തെ മാറ്റുക എന്നത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം അവർ മാറില്ലെന്നൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകൾ അവരെ കൂടെ ഇല്ല. ഭൂരിപക്ഷം എന്നൊക്കെ ഈ പറയുന്നതല്ലാതെ അവർക്ക് ഭൂരിപക്ഷമൊന്നുമില്ല. അവർക്ക് കിട്ടിയ വോട്ടതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ ഇപ്പുറത്തുണ്ട്. പിന്നെ ഹൈന്ദവ സഹോദരന്മാർ, നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരിൽ മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ഹൈന്ദവരും ഈ ഹിന്ദുത്വ ശക്തികളിൽ പെടുന്നവരല്ല, സംഘപരിവാറല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും നമ്മൾ ഹൈന്ദവരായിട്ടുള്ള സഹോദരന്മാരെ സംഘപരിവാറായിട്ട് വെറുതെ ചിത്രീകരിക്കരുത്. ആ ഹൈന്ദവ സഹോദരന്മാർ ഭൂരിപക്ഷം നൽകിയാണ് ഏറെ കാലം ഇന്ത്യ രാജ്യത്ത് മതേതര ഗവൺമെൻറ് നിലനിന്നത്. ഇപ്പോഴും അവരാരും ഹൈന്ദവരെല്ലാം ഹിന്ദുക്കളെല്ലാം തന്നെ സംഘപരിവാറാണ് എന്ന ഒരു വികാരപരമായ സമീപനത്തിലേക്ക് നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.